ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. KP ഗണേഷ് കുമാറിന് മന്ത്രിസഭയിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ആരൊക്കെയുണ്ട്? ഗണേഷ് മാത്രമല്ല, PC ജോർജിന്റെ ലാൽ സലാമും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പുനഃപ്രവേശത്തിൽ കോൺഗ്രസിലും UDF-ലും എതിർപ്പ് ശക്തമാവുന്നു. ഐ ഗ്രൂപ്പിൽ നിന്നാണ് ആദ്യം എതിർപ്പുണ്ടായത്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും എതിർപ്പുമായി രംഗത്തെത്തി. അതേസമയം മന്ത്രിസഭാ പ്രവേശ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗണേഷിനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചുവെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ എതിർപ്പുമായി ഐ ഗ്രൂപ്പ് രംഗത്തെത്തി. പാർട്ടിയിലും UDF-ലും കൂടിയാലോചിക്കാതെ തീരുമാനമെടുത്താൽ അതിന്റെ മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനും അയച്ച കത്തിൽ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഗണേശൻ മന്ത്രിയാകുന്നത് ഞങ്ങൾ ആരോഗ്യരല്ല. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണെന്ന പരോക്ഷ സൂചന നൽകുകയായിരുന്നു. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അതേ സംബന്ധിച്ച് തീരുമാനമെടുക്കും. അതേസമയം ഗണേഷിന്റെ മന്ത്രിസഭാ പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. അത് സംബന്ധിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി. ആ തീരുമാനം വന്നാൽ ആദ്യം അറിയിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. ഇതോടെ ഈ മാസം 18 നടക്കുന്ന പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗവും 28 നടക്കുന്ന UDF യോഗവും കഴിയാതെ ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശന കാര്യത്തിൽ തീരുമാനമാകില്ലെന്ന് ഉറപ്പായി. ഇതര ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. കേരളം കണ്ട ഏറ്റവും മികച്ച വൈദ്യുതി മന്ത്രി പിണറായി വിജയനാണെന്നും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് VS അച്യുതാനന്ദനാണെന്നും PC ജോർജ്. വയസ്സ് 90 കഴിഞ്ഞപ്പോഴും പോരാട്ട വീര്യവുമായി യാതൊരു ക്ഷമയുമില്ലാതെ തന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പോരാട്ട വീര്യത്തോടുകൂടെ നടക്കുന്ന VS അച്യുതാനന്ദൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രി എന്ന നിലയിൽ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. ഞാൻ തന്നെ പറയും, ഞാൻ ഇപ്പോഴല്ല അന്നും പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഏത് കാലമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപാദനം, അതാണ് വിതരണമല്ല, വൈദ്യുതി ഉൽപാദന രംഗത്ത് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഇലക്ട്രിസിറ്റി മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പിണറായി വിജയൻ. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സുനിൽ ഐസക്, ഏത് സാഹചര്യത്തിലാണ് PC ജോർജിന്റെ ഈ വാഴ്ത്ത്? പ്രസാദ്, കേരള രാഷ്ട്രീയത്തിൽ ഏറെ ദൂരവ്യാപകമായ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് PC ജോർജ് കണ്ണൂരിൽ നടത്തിയത്. ഇന്ന് ഇന്ത്യ കണ്ടതിൽ വെച്ച് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് VS അച്യുതാനന്ദൻ എന്നായിരുന്നു PC ജോർജിന്റെ പ്രസ്താവന. ഒപ്പം കേരളം കണ്ട ഏറ്റവും നല്ല വൈദ്യുതി മന്ത്രിമാരിൽ ഒരാൾ പിണറായി വിജയനാണെന്ന പ്രസ്താവനയും PC ജോർജ് നടത്തി. കണ്ണൂരിലെ CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നായ മയിലിൽ ഒരു സ്വകാര്യ ക്ലബ്ബ് നടത്തിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു PC ജോർജിന്റെ ഈ പ്രസ്താവന. വിവരങ്ങൾക്ക് ഇന്ന് ചർച്ചയ്ക്കായി നമ്മോടൊപ്പമുണ്ട് കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആന്റണി രാജു തിരുവനന്തപുരത്ത്, CPI-യുടെ MLA VS സുനിൽകുമാർ കൊച്ചിയിൽ, MES-ന്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ നമ്മോടൊപ്പം ന്യൂസ് റൂമിൽ, മുസ്ലിം ലീഗിന്റെ KN ഖാദർ MLA മലപ്പുറത്ത് നിന്ന്, ജോസഫ് വാഴക്കിനെയും PC ജോർജിനെയും KP അനിൽകുമാറിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ ആന്റണി രാജു, ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നതിൽ തൽക്കാലം എതിർപ്പില്ല എന്ന് PC ജോർജ് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗണേഷ് വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നതാണ്. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി കേരള കോൺഗ്രസ് ബിക്ക് 2 ക്യാബിനറ്റ് പദവി ലഭിക്കുകയാണ്. ഘടകകക്ഷികൾക്ക് ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടോ? ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുന്ന ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുന്ന ഏത് തീരുമാനത്തെയും കേരള കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്യും. പക്ഷേ ഗണേഷ് വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഗുണവും ദോഷവും അദ്ദേഹത്തിന് മാത്രമായിരിക്കും. കേരള കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൻ്റെ വികാരം കൂടി ഈ കാര്യത്തിൽ കണക്കാക്കണം എന്ന അഭിപ്രായം കൂടി ഞങ്ങൾക്കുണ്ട്. കാരണം ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഗണേഷ് കുമാർ സ്വയം രാജിവെച്ചു എന്നാണ് അന്ന് അദ്ദേഹം വിശദീകരിച്ചത്. അന്ന് അദ്ദേഹം എന്തിന് രാജിവെച്ചു? ആ സാഹചര്യത്തിൽ ഇന്ന് മാറ്റം വന്നിട്ടുണ്ടോ? ശ്രീ PC ജോർജിൻ്റെ മലക്കം മറിച്ചിലിനെ കുറിച്ച് എനിക്കറിയില്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായി
ശ്രീ ഗണേഷ് കുമാറിനെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഇന്നും മാധ്യമങ്ങളിലെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാരണങ്ങളൊന്നും തന്നെ അത്ര പെട്ടെന്ന് ജനം മറക്കാറായിട്ടില്ല. അത് അദ്ദേഹം മറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ജനം പിന്നെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കും. അത് ജനം അത്തരത്തിൽ മാത്രമേ അതിനെ വിലയിരുത്തുകയുള്ളൂ. ശ്രീ ആന്റണി രാജു, താങ്കൾ പറഞ്ഞതിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഒരു ചീത്തപ്പേര് KB ഗണേഷ് കുമാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചീത്തപ്പേര് മാറിയോ എന്ന കാര്യം പൊതുസമൂഹം ആണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ പറയുന്നതനുസരിച്ച് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗണേശനെ തിരികെ മന്ത്രിസഭയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഗുണവും ദോഷവും അത് മുഖ്യമന്ത്രിക്ക് മാത്രം, അദ്ദേഹം മാത്രമായിരിക്കും അതിന് ഉത്തരവാദി എന്നാണ്. എന്ന് വെച്ചാൽ മറ്റൊരർത്ഥത്തിൽ യോജിപ്പില്ല താങ്കൾക്ക് ഗണേശനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പൊതുസമൂഹം ഈ കാര്യത്തിൽ ഇപ്പോൾ ഗണേഷ് വരുന്നതിനോട് അനുകൂലമായൊരു സമീപനമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം യാമിനി തങ്കച്ചി കൊടുത്ത അഫിഡവിറ്റ്, സത്യവാങ്മൂലം, ഇന്നും അത് കോടതിയുടെ മുമ്പിൽ ആ സത്യവാങ്മൂലം മാറ്റാൻ കഴിയില്ല. ആ സത്യവാങ്ങിൽ പറയുന്ന വസ്തുതകളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചപ്പോഴാണ്, അതിൻ്റെ പ്രത്യാഘാതം കൊണ്ടാണ് ശ്രീ ഗണേഷ് കുമാർ രാജിവെച്ചത്. അപ്പോൾ അന്നുണ്ടായ ആ ഒരു ഇതിൽ നിന്നും ഇതുവരെ ഗണേഷ് കുമാറിന് മോചിതനാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ആന്റണി രാജു, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ VS സുനിൽകുമാർ, സാഹചര്യം മാറിയിട്ടില്ല, അതുതന്നെയാണ് ആന്റണി രാജുവും പറയുന്നത്. ആർക്കാണ് ഗണേശിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള താല്പര്യം? ഒരു ഘട്ടത്തിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണം എന്നാവശ്യപ്പെട്ടിരുന്ന ബാലകൃഷ്ണപിള്ള, അതിനുശേഷം ബാലകൃഷ്ണപിള്ള തന്നെ ഗണേഷ് കുമാറിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു. എതിർപ്പ് ഉയർത്തിയിരുന്ന PC ജോർജ് വരെ വാക്കുമാറി സംസാരിക്കുന്ന ഇന്നത്തെ പ്രതികരണം വ്യക്തമാണ്. ഘടകകക്ഷികളിൽ ആന്റണി രാജു അല്ലാതെ ആരും പ്രത്യക്ഷമായ ഒരു പരാമർശം ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുമില്ല. അല്ല, ഗണേഷ് കുമാറിനെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആള് ഉമ്മൻചാണ്ടിയാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിന് വേണ്ടി നടത്തിയ നിരവധി നാടകങ്ങൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി നാടകം ഉമ്മൻചാണ്ടി കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ രാജി നാടകമാണ്. MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടൊരു നാടകം. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ നാടകവും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് നടത്തിയ നാടകമാണ്. അന്ന് ചാനൽ ചർച്ചകളിലെല്ലാം MLA സ്ഥാനം രാജിവെക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഗണേഷ് കുമാറിന് വേണ്ടി സംസാരിച്ച ഗണേഷ് കുമാറിൻ്റെ പാർട്ടി വക്താക്കൾ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞ മാനസികമായും ശാരീരികമായും അദ്ദേഹത്തിന് MLA സ്ഥാനം തുടരാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് രാജിവെച്ചത്, അല്ലാതെ മന്ത്രിയാകാത്തതുകൊണ്ടല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം രാജിവെച്ചത് മന്ത്രിയാകാൻ പറ്റുന്ന ഒരു മാനസിക ശാരീരിക അവസ്ഥയിലല്ല ഗണേഷ് കുമാർ എന്ന അവരുടെ പാർട്ടി നേതാക്കന്മാർ തന്നെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതും ഇവർ പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഈ പറയുന്ന പാർട്ടികളെല്ലാം. ഗണേഷ് കുമാറിൻ്റെ പിതാവായ അവരുടെ ചെയർമാൻ പണ്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം, ഗണേഷ് കുമാർ എൻ്റെ മകനാണോ എന്നെനിക്ക് സംശയമുണ്ട്, എൻ്റെ പാർട്ടിയുടെ MLA ആണെങ്കിൽ അയാളുടെ മന്ത്രിസ്ഥാനത്ത് പിൻവലിക്കണം, അവൻ്റെ ആഫീസിൽ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്, അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ. റൈറ്റ് സുനിൽകുമാർ, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KN ഖാദർ, ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുണ്ടായ സാഹചര്യം ഒരിക്കൽ കൂടി ഓർത്തെടുത്തു ആന്റണി രാജു ഈ ചർച്ചയ്ക്കിടെ. അതേസമയം ഗണേഷ് കുമാറിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള താല്പര്യം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ലീഗിന് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? ഗണേഷ് കുമാർ ഒരു പ്രതിച്ഛായ നഷ്ടത്തിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വരികയും ഇപ്പോൾ തിരിച്ചു വീണ്ടും ഗണേഷിന് മന്ത്രിസഭയുടെ ഭാഗമാവുകയും സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടോ? താങ്കളുടെ പാർട്ടിയും അത് അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കണോ വേണ്ടേ എന്ന കാര്യം ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണിയിലും ഘടകകക്ഷികളോടും ബന്ധപ്പെട്ട എല്ലാവരോടും ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനം എടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ സ്നേഹിതൻ സുനിൽകുമാർ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ മന്ത്രിസഭ തന്നെ രാജിവെക്കണം എന്ന അഭിപ്രായമുള്ളവരാണ്. ശ്രീ KN ഖാദർ, ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഗണേഷ് വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നത് സംബന്ധിച്ച് ലീഗ് ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു വ്യക്തത ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ. അത് ആ UDFൻ്റെ മീറ്റിംഗ് സമയത്ത് അതൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അത് ഐക്യജനാധിപത്യ ഗണേഷ് കുമാർ വരുന്നതിനോട് ലീഗിന് യോജിപ്പാണ് അല്ലേ? ഗണേഷ് കുമാർ വരുന്നതിനോട് മുസ്ലിം ലീഗിന് യോജിപ്പാണ്. അതിപ്പോഴേ പറഞ്ഞാൽ പിന്നെ UDFൻ്റെ യോഗം ആവശ്യമില്ലല്ലോ. യോജിപ്പാണോ വിയോജിപ്പാണോ എന്ന് അന്ന് ഞങ്ങൾ പറയും. ഇപ്പോൾ നമ്മളിവിടെ വെച്ച് തീരുമാനിച്ചത് കൊണ്ട് ഗണേഷ് മന്ത്രിയാകാനും പോകുന്നില്ല,
നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഗണേശ് മന്ത്രി അല്ലാതാകാനും പോകുന്നില്ല. ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഗണേശ് മാത്രമല്ല, ഈ മന്ത്രിസഭയിലെ സകലരും പോകണമെന്നും പുതിയൊരു മന്ത്രിസഭ വരണമെന്നും ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ VS മുഖ്യമന്ത്രിയാകണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഗണേശിൻ്റെ കാര്യം മാത്രത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യതകൾ ഒട്ടും ഇല്ലല്ലോ. അപ്പോൾ ഗണേഷ് കുമാർ വരണോ വേണ്ടേ എന്നുള്ള കാര്യം താങ്കളും താങ്കളുടെ പാർട്ടിയും അല്ലെങ്കിൽ ഘടകകക്ഷികളും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ യോജിപ്പ് പ്രകടിപ്പിക്കുകയോ ഇതൊന്നും ഗണേഷിന്റെ തിരിച്ചുവരവിനെ ബാധിക്കില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. കാരണം PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വായ തുന്നിക്കെട്ടിക്കൊണ്ട് മാത്രമേ ഗണേഷ് കുമാറിനെ തിരിച്ച് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. താങ്കൾക്ക് അത് നന്നായി അറിയില്ലേ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞത് നമ്മളിവിടെ തീരുമാനിച്ചത് കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ചാനൽ ചർച്ചയിൽ മീഡിയ ഒന്നിലിരുന്ന് ഞാനും സുനിൽകുമാറും ആൻ്റണി രാജുവും ഫസുൽ ഗഫൂറും നിങ്ങളും കൂടി തീരുമാനിച്ചാൽ ഗണേശ് മന്ത്രിയാകണമെന്നില്ല. നമ്മൾ വേണ്ടെന്ന് തീരുമാനിച്ചാൽ ആകാതിരിക്കാനും സാധ്യതയില്ല. പക്ഷേ ശ്രീ ഫസൽ ഗഫൂർ, ഈ ചർച്ചയിൽ നിന്നും ആളുകളുടെ മനോഭാവങ്ങൾ, ഇന്നും വന്ന പ്രതികരണങ്ങളിൽ നിന്നും ഈ ചർച്ചകളിൽ നിന്നും ഒക്കെ തന്നെ ആളുകളുടെ മനോഭാവങ്ങൾ വളരെ പ്രകടമാണ്. ലീഗിന് എതിർപ്പില്ല ഗണേഷ് കുമാർ വരുന്നതിൽ, വലിയ വിഭാഗങ്ങൾക്കൊന്നും തന്നെ എതിർപ്പില്ല. KP അനിൽകുമാറാണ് ഒരു അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തിയത്. ഒപ്പം വളരെ പ്രകടമായ ഒരു അഭിപ്രായം പറഞ്ഞത് ആന്റണി രാജുവുമാണ്. ഇതിൽ അനിൽകുമാറിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തിന് വരേൽപ്പിക്കണ്ട. അതൊരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ്, എന്തോ പൊളിറ്റിക്കൽ സ്കീമിങ്ങിന്റെ ഭാഗം. സുനിൽകുമാർ അല്ല, അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്, APCC ജനറൽ സെക്രട്ടറി അനിൽകുമാറും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കൂടുതൽ അതിന് ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞു. സുനിൽകുമാറിനെ വിട്ട് അതിപ്പോൾ ഈ ഇത് ചർച്ചയിലാണല്ലോ, ഒരു ലെറ്റർ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് കോൺഗ്രസ്സിലെ ഗ്രൂപ്പിൻ്റെ മാനൂവറിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അതിലപ്പുറത്ത് അതിന് വലിയ വിലകൽപ്പിക്കേണ്ട ആവശ്യമില്ല. എവൻച്വലി അനിൽകുമാറും കൂട്ടരും ഒക്കെ അവർ ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, അവർ തിരിച്ചു വരുന്നതിന്. ഇതിപ്പോൾ അവരെന്തോ ഒരു ബാർഗനിങ്ങിന്റെ ഭാഗം. പക്ഷേ ഈ ജനങ്ങളുടെ വശത്ത് നിന്ന് നോക്കുക, നമ്മൾ ഒരു കാര്യം മനസ്സിലായില്ല ശ്രീ ഫസൽ ഗഫൂർ, എന്തിനാണ് അവർ അങ്ങനെ ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം? അല്ല, ഇപ്പം അവർക്ക് ഒരു ഉദ്ദേശമുണ്ട് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിനെ ഒരു കോർണറിലാക്കാന്നുള്ളത്. ഗ്രൂപ്പാണല്ലോ. അപ്പോൾ ഇത് എന്തായുധം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. ഗ്രൂപ്പ് ഉള്ളിൽ കൂടെ എല്ലാ ആയുധവും ഉപയോഗിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട്. എന്നാൽ കൂടി KPCC പ്രസിഡന്റ് പറഞ്ഞാണെന്ന് എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പുറത്തുനിന്ന് ഒരാൾ സുധാകരൻ എന്ന് പറയുന്നു, ഇപ്പുറത്ത് നിന്നിട്ട് മറ്റേ അനിൽകുമാർ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ അതാണ് പറഞ്ഞത്, NSSന്റെ എക്കാലത്തെയും താല്പര്യം രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. രമേശിന് മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യത മങ്ങുകയല്ലേ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയുടെ ഭാഗമാകാൻ വീണ്ടും അനുവദിക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്? അല്ല, അത് തമ്മിലൊരു ക്വിഡ് പ്രോക്കോ ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഗണേഷ് കുമാർ വേറൊരു ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഗണേഷ് കുമാർ നല്ല മന്ത്രിയാണെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ തരത്തിലുള്ള ഈ ഗാർഹിക പീഡനത്തിൻ്റെ വിഷയത്തെപ്പറ്റി ഞാനൊരു കാര്യം ചോദിക്കാം. ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ? MGRും ജയലളിതയും ബന്ധമെന്താ? ഒന്ന്. രണ്ട്, NT രാമറാവു ലക്ഷ്മി പാർവതീനെ കല്യാണം കഴിച്ചതിനെ തുടർന്നിട്ടാണല്ലോ ചന്ദ്രബാബുവിനായിട്ട് ലീഡറായത്. അപ്പോൾ ഈ ഗാർഹിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ഫാമിലീസ്, അവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫാമിലി ബാലകൃഷ്ണപിള്ളയുടെ ഫാമിലിയാണ്. അപ്പോൾ അവരുടെ പാർട്ടിയും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മന്ത്രി. എന്തുകൊണ്ട് പിന്നെ ആദ്യം തൊട്ടിട്ട് ബാലകൃഷ്ണപിള്ളയാണല്ലോ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്? ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത് സുനിൽകുമാറല്ലല്ലോ, ബാലകൃഷ്ണപിള്ളയുടെ നടത്തിയത്. അതിനുശേഷമാണ് PC ജോർജും കൂട്ടരൊക്കെ ചേർന്ന്. അത് വേറെ വിഷയമാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ നമുക്കൊരു റഫറൻഡം നടത്താൻ പറ്റില്ല, പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് പറ്റുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഒരു നല്ലൊരു മന്ത്രി എന്നുള്ള നിലക്ക് ഗണേഷ് കുമാറിനെ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അത് ഇനി ബാക്കിയുള്ള അദ്ദേഹത്തിന് കൂടെ നടക്കുന്നവരെല്ലാവരും കൂടെ പക്ഷേ രാജിവെച്ച സാഹചര്യത്തിൽ നിന്ന് എന്ത് മാറ്റമുണ്ടായി എന്നതാണ് പ്രസക്തമായ ചർച്ച. അല്ല, അവർ ഒത്തുറപ്പായില്ലേ? പൈസ കൊടുക്കണമല്ലോ, ആലിമണി ഉള്ളതല്ലേ, പണം കൊടുത്തു. അതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 2 കോടി രൂപ കൊടുത്തെന്ന് പറയണല്ലേ? അല്ല, 2 കോടിയല്ലേ അവർ പറഞ്ഞ ഫിഗർ, മനസ്സിലായില്ലേ? കൊടുക്കണമല്ലോ. ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഭാര്യയായിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പണം കൊടുക്കണം എന്ന് നിയമപരമായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു മാറ്ററാണ്. എല്ലാ സമുദായങ്ങളിലുള്ള ഒരു കാര്യമാണ്. അതനുസരിച്ചിട്ട് അദ്ദേഹം അത് കൊടുത്ത് സെറ്റിൽ ചെയ്തു. ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ പൊളിറ്റീഷ്യൻസും പുറത്തു പോകും. ശ്രീ ആന്റണി രാജു, ഇന്ന് PC ജോർജ് പല സമയങ്ങളിലായി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളിലെല്ലാം ഒരു രാഷ്ട്രീയം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴൊന്നും പറയുന്നില്ല, മുഖ്യമന്ത്രി എടുക്കട്ടെ അപ്പോൾ പറയാം, ലാൽ സലാം എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിലെ വൈദ്യുതി മന്ത്രിമാരിൽ ഏറ്റവും മികച്ചയാൾ പിണറായി വിജയനായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളിൽ ഏറ്റവും മികച്ചത് VS അച്യുതാനന്ദനാണ്. ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് ഈ പ്രസ്താവനകളിൽ ഇല്ലേ?